Hi, I am Rogis Jose, Managing Director of Alpha Academy. 2022 KEAM admission procedure-ലൂടെ NRI സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള അവസരം എൻട്രൻസ് കമ്മീഷണർ വീണ്ടും നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മെയ് 10-ാം തീയതി വരെ ആയിരുന്നു KEAM-ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. ആ സമയത്തായിരുന്നു എല്ലാ റിസർവേഷൻസും അതുപോലെയുള്ള എല്ലാ സ്പെഷ്യൽ റിസർവേഷൻസും ഒക്കെ നാം കൃത്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസുകൾ നാം നേടിയെടുക്കേണ്ടിയിരുന്നത്. അത് NRI സ്റ്റാറ്റസ് ആണെങ്കിലും ജനറൽ കാറ്റഗറിയിലുള്ള EWS റിസർവേഷൻ കാറ്റഗറി ആണെങ്കിലും കമ്മ്യൂണൽ റിസർവേഷൻ ആണെങ്കിലും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് അതാത് റിസർവേഷന് വേണ്ട സീറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ നേടിയെടുക്കേണ്ട സമയം മെയ് 10 വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്തായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കുറച്ച് എൻട്രി ടൈമിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 10-ാം തീയതി വരെ എല്ലാവരുടെയും പ്രൊഫൈൽ വെരിഫിക്കേഷനിലൂടെ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് 15-ാം തീയതി വരെ NRI സ്റ്റാറ്റസ് നേരത്തെ അപ്ലൈ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വീണ്ടും NRI സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് NRI സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള ഒരവസരമാണ് എൻട്രൻസ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ NRI സ്റ്റാറ്റസ് നേടുന്നതിലൂടെ നമുക്കൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് അഡ്മിഷനുള്ള അവസരമൊരുങ്ങുക. നമുക്കറിയാം, എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും NRI സീറ്റുകളുണ്ട്. ആ NRI സീറ്റിലേക്ക് ഉയർന്ന ഫീസ് ആണെങ്കിൽ പോലും പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ അവർക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ NRI സ്റ്റാറ്റസ് ഓരോ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്നത്. ഇതിന് നാം ചെയ്യേണ്ടത് ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുക, NRI സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യുക. നാം NRI സ്റ്റാറ്റസിനായി അപ്ലൈ ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് ലോഗിനും യൂസർ നെയിം പാസ്വേഡും എൻട്രി ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അപ്ഡേറ്റ് NRI സ്റ്റാറ്റസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം NRI സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി നാം നേടിയെടുക്കാൻ. ഇതിനു വേണ്ടിയിട്ട് നാം അപ്ലോഡ് ചെയ്യേണ്ടത് 4 ഡോക്യുമെൻസുകളാണ്. ഈ 4 ഡോക്യുമെൻസുകൾ ഒന്നിച്ച് ഒരു PDF ഫോർമാറ്റിൽ സേവ് ചെയ്ത് വേണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഓഗസ്റ്റ് 15-ാം തീയതി വരെ മാത്രമാണ് ഈ NRI എലിജിബിലിറ്റി NRI സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള സമയം എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായ ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത് മെയ് 10-ാം തീയതി വരെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അന്ന് എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്ന ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻസുകൾ തന്നെയാണ് ഇപ്പോഴും അപ്ലോഡ് ചെയ്യാൻ എൻട്രൻസ് കമ്മീഷൻ വീണ്ടും അനുവാദം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NRI സ്റ്റാറ്റസ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അന്നത്തെ ആ പ്രോസ്പെക്ടസ് എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് വേണ്ടതെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വേണം ആ ഡോക്യുമെൻസുകൾ കളക്ട് ചെയ്യാനും നാം അപ്ലോഡ് ചെയ്തു കൊടുക്കാനും. ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇൻഡിവിജ്വൽ പേജസ് ആയിട്ടല്ല നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ 4 ഡോക്യുമെൻസും ഒന്നിച്ച് ഒരു ഫയലായി PDF ഫോർമാറ്റിൽ സേവ് ചെയ്തതിന് ശേഷം വേണം ഇത് നാം അപ്ലോഡ് ചെയ്ത് എലിജിബിലിറ്റി നേടിയെടുക്കുവാൻ. നമുക്കിവിടെ ആവശ്യമായി വരുന്ന 4 ഡോക്യുമെൻസുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായി വേണ്ടി വരുന്നത് ഈ കാൻഡിഡേറ്റിൻ്റെ സ്പോൺസർ ആരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നുകിൽ അച്ഛനോ അമ്മയോ ആകാം, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളാകാം. ഇങ്ങനെ ഈ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളോ NRI സ്റ്റാറ്റസ് ഉള്ള NRI ആയി ജോലി ചെയ്യുന്ന ഒരാൾ സ്പോൺസർ ആകാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാൻഡിഡേറ്റിന് NRI സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് NRI സ്റ്റാറ്റസ് വെറുതെ നേടിയെടുക്കാം എന്ന് വിചാരിച്ചാൽ സാധിക്കത്തില്ല. ആ കാൻഡിഡേറ്റിൻ്റെ അച്ഛനോ അമ്മയോ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളോ സ്പോൺസറായി മാറാൻ സമ്മതമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കവിടെ NRI സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ സ്പോൺസറായി മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ വ്യക്തി സമർപ്പിക്കേണ്ട 4 ഡോക്യുമെൻസുകൾ. ഒന്നാമത്തത് ഈ സ്പോൺസറുടെ പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ടിൻ്റെ കോപ്പി നാം അപ്ലോഡ് ചെയ്യാനായി ഒന്നാമത്തെ ഡോക്യുമെൻ്റായി കരുതണം. രണ്ടാമതായിട്ട് വേണ്ടത് ഈ സ്പോൺസറുടെ വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ OCI കാർഡ്, അതായത്
ഈ സ്പോൺസർ ഇപ്പോഴും NRI ആയി ജോലി ചെയ്യുന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു എംപ്ലോയി ആണ് എന്നുള്ള പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഒറിജിനൽ വിസ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എംപ്ലോയി ആണ് എന്നുള്ള പ്രൂഫായി നാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ വിസ നാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഈ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നാം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാലാവധി ഈ മെഡിക്കൽ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ, അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയെങ്കിലും ഈ വിസയുടെ കാലാവധി ഉള്ള ഒരു സ്പോൺസർ ആയിരിക്കണം ഈ കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി വരുന്നത്. ഈ സ്പോൺസറുടെ ഈ വിസയിലോ ഗ്രീൻ കാർഡിലോ അല്ലെങ്കിൽ OCI കാർഡിലോ ജോബ് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ സ്പോൺസർ അവിടുത്തെ ഒരു എംപ്ലോയി ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. മൂന്നാമതായിട്ട് ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അച്ഛനോ അമ്മയോ ആണ് സ്പോൺസറായി മാറുന്നതെങ്കിൽ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മതി, SLC ബുക്കിൻ്റെ കോപ്പി മതിയാവും. അതിനകത്ത് ഈ കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ സപ്പോർട്ടിംഗ് എവിഡൻ്റ് ആയിട്ട് അച്ഛനോ അമ്മയാണ് സ്പോൺസർ എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ മതിയാവും. ഇനി അച്ഛനോ അമ്മയോ അല്ലാതെ ഒരു തേർഡ് പേഴ്സൺ ആണ് ഇവിടെ സ്പോൺസറായി മാറുന്നതെങ്കിൽ ഈ വ്യക്തിയും ഈ കാൻഡിഡേറ്റും തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യണം. നാലാമതായിട്ട് ആവശ്യം വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അഫിഡവിറ്റ് ആണ്. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം. അതായത് ഈ കാൻഡിഡേറ്റിൻ്റെ കോഴ്സ് തീരുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാൻ തയ്യാറാണ് എന്ന് ഒരു സമ്മതപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ഈ അഫിഡവിറ്റ് നാം സബ്മിറ്റ് ചെയ്യേണ്ടത് 200 റുപ്പീസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പേപ്പർ നാം വാങ്ങിയതിന് ശേഷം അതിൽ വേണം ഈ അഫിഡവിറ്റ് നാം പ്രിൻ്റ് എടുക്കുവാൻ. ഈ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് ഈ പ്രോസ്പെക്ടസിൻ്റെ പേജിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് വേണം ഈ 200 റുപ്പീസിൻ്റെ ഡോക്യുമെൻ്റ് പേപ്പറിൽ നാം പ്രിൻ്റ് എടുത്തതിന് ശേഷം നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വേണം നാം ഇവിടെ സബ്മിറ്റ് ചെയ്യുവാൻ. ഈ സ്പോൺസർ ഇപ്പോൾ നാട്ടിലുള്ള ആളാണെങ്കിൽ നാം ഇവിടുത്തെ ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഈ സ്പോൺസർ നാട്ടിലില്ലാത്തയുള്ള ഒരാളാണ്, ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഈ അഫിഡവിറ്റ് അവിടെ നിന്നുള്ള എംബസിയിൽ കൊണ്ടുപോയി ഞാൻ ഈ കോഴ്സ് തീരുന്നത് വരെ ഈ കാൻഡിഡേറ്റിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാൻ തയ്യാറാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഈ സർട്ടിഫിക്കറ്റ് അവിടുന്ന് എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് വേണം നാം നാലാമത്തെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായി നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 ഡോക്യുമെൻസുകളും ഒറ്റ ഫയലായി സേവ് ചെയ്തിട്ട് വേണം നാം എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഓഗസ്റ്റ് 15-ാം തീയതിക്ക് മുമ്പായി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് ഒരു കാൻഡിഡേറ്റിന് NRI സ്റ്റാറ്റസ് എലിജിബിലിറ്റി നേടാൻ സാധിക്കുക. ഈ NRI സ്റ്റാറ്റസ് എലിജിബിലിറ്റി നേടുന്നത് പോലെ തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളും അവരവർക്ക് വേണ്ട റിസർവേഷൻസിൻ്റെ സ്റ്റാറ്റസ് നേടിയെടുക്കുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWSൻ്റെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് EWSൻ്റെ സ്റ്റാറ്റസ് നേടിയെടുക്കേണ്ടത്. കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിനുവേണ്ട എലിജിബിലിറ്റി സ്റ്റാറ്റസ് നേടിയെടുക്കുന്നത്. ഇതുപോലുള്ള ഡോക്യുമെൻസുകൾ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നവർക്കും അതുപോലെ അപ്ലോഡ് ചെയ്തവർക്ക് മിസ്റ്റേക്ക് ഉള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഓഗസ്റ്റ് 10-ാം തീയതി വരെ പ്രൊഫൈൽ വെരിഫിക്കേഷനിലൂടെ എൻട്രൻസ് കമ്മീഷൻ സമയം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതി വരെ NRI സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. KEAM എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ ഓഗസ്റ്റ് 11-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. ഇതുപോലെ എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ കൃത്യമായി പങ്കെടുക്കാൻ. ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വാച്ച് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം തന്നെ NRI സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ഉയർന്ന ഫീസിൽ പഠിക്കുന്ന കുറേ സീറ്റുകളാണ്. ഈ NRI സീറ്റിൽ 20 ലക്ഷം രൂപയാണ് MBBS ഫീസിന് വരുന്നത്. അതുപോലെ BDSനും ബാക്കിയുള്ള കോഴ്സുകൾക്കുമൊക്കെ സാധാരണ ഒരു സീറ്റിൽ, ഗവൺമെൻറ് സീറ്റിൽ നമുക്കറിയാം ഗവൺമെൻറ് ഫീസിൽ ഒരു MBBS ഫീസ് 27,800 റുപ്പീസ് മാത്രമാണ് വരുന്നത്. ആ സ്ഥാനത്താണ് NRI സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ 20 ലക്ഷം രൂപയായിട്ട് ഫീസായിട്ട് മാറുന്നത്. ഇനി പഠനത്തിൽ നല്ല രീതിയിൽ ഒരു കെയർ കിട്ടാതെ അല്ലെങ്കിൽ നന്നായി പഠിച്ചു തീർക്കാതെ ഒരല്പം മാർക്ക് കുറഞ്ഞു പോയ വിദ്യാർത്ഥികളാണോ? അത് ഈ NRI സ്റ്റാറ്റസിൽ പോയി ഇത്ര ഉയർന്ന ഫീസിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷം നല്ല കെയറിങ്ങോടുകൂടി വിജയം നേടാൻ സാധിക്കുന്ന രീതിയിലേക്ക് കഴിവുകളെ വളർത്തുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പഠിച്ചാൽ ഏറ്റവും റീസണബിൾ ഫീസിൽ പഠിക്കാവുന്ന സീറ്റുകളിലേക്കൊക്കെ നമുക്ക് എത്താവുന്നതേ ഉള്ളൂ. അതുപോലൊന്ന് പഠിച്ചു വിജയിക്കാൻ, നല്ല ഒരു കെയറിങ്ങോടുകൂടി പഠിക്കാൻ, നല്ല സീറ്റുകളിലും ക്യാമ്പസുകളിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ? നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേരൻസിനോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. പഠന സമയത്തും അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ടൈമിലും അഡ്മിഷൻ പ്രൊസീജിയറിലും ഒക്കെ തന്നെ ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് ഒരു വിദ്യാർത്ഥിയെ എത്തിക്കാൻ ആൽഫ അക്കാഡമി വിവിധ കോഴ്സുകളിലൂടെ ഇവരോടൊപ്പമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കുള്ള ട്രെയിനിങ് നൽകുന്ന സ്ട്രെസ് ഫ്രീ ക്യാമ്പസായ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഈ സ്കൂളിൻ്റെ ക്യാമ്പസിലും 11th 12th പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസിനുള്ള പ്രിപ്പറേഷനും നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഹൈടെക് ക്യാമ്പസാണ്, റെസിഡൻഷ്യൽ സൗകര്യത്തോടുള്ള ക്യാമ്പസാണ്. ഇങ്ങനെ ഏതൊരു എക്സാമിനേഷന് വേണ്ടിയിട്ടും ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ പ്രൊസീജിയറിനും നിങ്ങളെ കൈപിടിച്ച് നടത്താൻ വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫ അക്കാഡമിയും ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളും നിങ്ങളോടൊപ്പമുണ്ട്. ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.